അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിലൂടെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രാണൻ നഷ്ടമാവുകയാണ്. ഒരു ജനതയുടെ മതനിരപേക്ഷതയ്ക്കും ഭരണഘടനയ്ക്കും നേർക്ക് ഒരിക്കൽ കൂടി ഹിന്ദുത്വ ഫാസിസം നിറയൊഴിക്കുന്നതിന് സമാനമായ കൃത്യത്തിൽ പ്രാണൻ പിടിയുമ്പോൾ ഹേ റാമല്ലാതെ രാജ്യത്തിന് മറ്റെന്ത് നിലവിളിയാണുള്ളത്? ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഒരുമിച്ച് സ്വാതന്ത്ര്യം നേടിയ ഒരു ജനതയ്ക്ക് അബദ്ധത്തിൽ പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത RSS നൽകുന്ന സമ്മാനമാണ് മതനിരപേക്ഷതയുടെ താഴികക്കുടം തകർത്തുള്ള ഈ ക്ഷേത്ര ഭീകരത. രാജ്യം സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും ഗാന്ധിവധത്തിനും ശേഷമുള്ള 7.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇതര മതസമൂഹങ്ങളെ ഒന്നാകെ ഭീതിയുടെ വാൾമുനയിൽ അന്യരാക്കി നിർത്തുന്നതാണ് അയോധ്യയിലെ ഈ രാഷ്ട്രീയ രാമപ്രതിഷ്ഠ. ഇത്ര പരസ്യമായും ആക്രമണോത്സുകമായും ഇന്ത്യ ഒരിക്കലും ഇതുപോലൊരു ഹിന്ദു വിജയത്തിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെയും ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെയും ഇന്ത്യൻ സമൂഹത്തിൻ്റെയും മുഖവുരയായ മതേതരത്വം അതിൻ്റെ നായകനാകേണ്ടുന്ന പ്രധാനമന്ത്രിയിലൂടെ തന്നെ തീവ്രാക്രമണത്തിന് ഇരയാകുന്നതും ഇതാദ്യമാണ്. അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ഇന്ത്യ കൂടുതൽ ഹിന്ദുക്കളുടേതാണെന്ന് ഉറപ്പിക്കുകയാണ് മോദി സർക്കാർ. അതിന് കോർപ്പറേറ്റുകളുടെയും സെലിബ്രിറ്റികളുടെയും പൂർണ്ണ പിന്തുണയുണ്ടെന്നു കൂടിയാണ് ഈ ക്ഷേത്രാഘോഷ ചടങ്ങുകളിലൂടെയും മോദി തെളിയിക്കുന്നത്. രാജ്യത്തെ ഭരണ സംവിധാനത്തിന് മതപരമായ നിറങ്ങൾ പാടില്ലെന്ന ഭരണഘടനയുടെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശങ്ങൾ ഏതു പാതാളത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെയും ജനതയുടെയും പ്രാണൻ തന്നെ നഷ്ടമാവുന്ന നിർണായക നിമിഷം വന്നാലും നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ എന്തു ചെയ്യുമെന്ന് ഇനി ആർക്കും തർക്കം വേണ്ട. ഇതുപോലെ ഒരുമയുടെ ഒറ്റ ഈണത്തിൽ രാമരാജ്യ ലഹരി ആലപിക്കുന്ന മാധ്യമങ്ങളുണ്ടെങ്കിൽ 2025 RSSന്റെ 100ാം വാർഷികത്തോടൊപ്പം മതേതര ഇന്ത്യയുടെ സമ്പൂർണ്ണ മരണവും സംഘപരിവാറിന് ആഘോഷിക്കാം. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.